അങ്ങനെ ശിക്ഷയും ശാപവും മരണവും മനുഷ്യനെ വേട്ടയാടിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവൻ വിവിധ കർമ്മങ്ങൾ നടത്താൻ തുടങ്ങി. എന്നാൽ കർമ്മങ്ങൾ കൊണ്ടുള്ള ഒരു പ്രശ്നം, വീണ്ടും പരിഹാരം ചെയ്യും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും പരിഹാരം, വീണ്ടും പാപം. പരിഹാരമില്ലാത്ത പാപപരിഹാര പ്രക്രിയകൾ. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഉത്തരവെന്താണ്? ദൈവം മനുഷ്യൻ മൂലം പാപമുണ്ടായതുകൊണ്ട് പാപപരിഹാരവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടതിന് കാലസമ്പൂർണതയിൽ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയായി നമുക്ക് ഒരു ശിശു അവതരിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം ആരായി മാറി? മനുഷ്യനായി മാറി. പ്രധാനപ്പെട്ട ദൗത്യമാണ് അവിടെ എഴുതിയിരിക്കുക. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പായിരിക്കുക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. കർത്താവായി ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ രോഗമില്ലാത്തവന് അതിൻ്റെ വലിയ ആവശ്യം വരത്തില്ല. യേശുക്രിസ്തു സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കടം മേടിക്കാതെ ചുരുങ്ങി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുള്ളത് കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് എന്തില്ല? കടമില്ല. അപ്പോൾ അവരോട് നമ്മൾ കടത്തിൽ നിന്ന് വിടുവിക്കുന്നു പറയുമ്പോൾ അത് അവരെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ബാധിക്കത്തില്ല. നല്ല മിടുക്കരായ പഠിച്ച മക്കളുള്ളവർക്ക് മക്കളുടെ പ്രശ്നത്തിൽ ദൈവം ഇടപെടുമെന്ന് പറയുമ്പോൾ അവരതിനെ ബാധിക്കത്തില്ല. പക്ഷേ സർവ്വ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്, പാപം എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ പഠിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുക്കുകയും ആ ജഡാവതാരം എടുത്ത ക്രിസ്തു 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും 3.5 വർഷക്കാലം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ താൻ ദൈവപുത്രൻ തെളിയിക്കുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സകല വിചാരണകളും നടത്തിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു കൽപ്പന പറഞ്ഞത് വിശുദ്ധ വചനത്തിലുണ്ട്. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ മതം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, വിശ്വാസം വ്യക്തിപരമായ കാര്യം. എങ്കിലും മനസാക്ഷിയെ ഉണർത്തി ഒരു ചോദ്യം ചോദിക്കുക. ഒരു കോടതി ഒരു പ്രതിയെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വിധിവാചകം എന്താ വരേണ്ടത്? ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? നിരുപാധികം വിട്ടയക്കുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇതം പ്രഥമമായും പിന്നെ ഒരിക്കലും സംഭവിക്കാത്ത പോലെയും ഒരു കോടതിയുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു, ഈ പ്രതിയിൽ ഒരു തെറ്റുമില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും. ഇത് കേട്ട താമസം ക്രിസ്തുവിനെ ഒരു കൽത്തുറങ്കിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ടടിക്കാൻ തുടങ്ങി. റോമൻ ചാട്ടകൾക്ക് പല ലെയറാണ്. ആഞ്ഞു വീണു, അടിച്ചു താണു, എടുക്കുമ്പോൾ മാംസം അവത്തെ പറ്റിപ്പിടിച്ചു. ആ മാംസം കഴുകി അടുത്തിരിക്കുന്ന ഒരു ബക്കറ്റിൽ, ഒരു തളത്തിൽ കഴുകിയെടുത്ത് വീണ്ടും അടിച്ചു. എന്തിനാണ് അടിച്ചതെന്ന് വചനം പറയുന്നു. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. മുഴുവൻ മനുഷ്യൻ്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് ഒരുവനാൽ എല്ലാവരും പാപികളായെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് അവൻ നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിന്മേൽ കയറി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം റോമർ 8:3 ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, നിയമത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറുകയും നമ്മുടെ ശിക്ഷ അവിടുന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. എന്നാൽ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി. എന്തെങ്ങനെ ക്രിസ്തുവേശുവിലാകാം? റോമർ 10:9. കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ കൊണ്ട് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ നാം ആരായി? ക്രിസ്തുവിലായി. അത് രക്ഷയാണ്. ആ രക്ഷ സൗജന്യമാണ്. അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കുകയാണ് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. രക്ഷ സൗജന്യമാണ്. എല്ലാവരും പറഞ്ഞേ, രക്ഷ എന്താണ്? സൗജന്യമാണ്. പക്ഷെ സൗജന്യമായതുകൊണ്ട് അത് ചീപ്പല്ല. അതുകൊണ്ടാണ് ബോണോഫർ എന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ, ഹിറ്റ്ലറുടെയൊക്കെ ഭ്രാന്ത് ഭരണകാലത്ത് അതിനെതിരെ പോരാടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ബോണോഫർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രേസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. കൃപയെന്ന് പറയുന്നത് ഫ്രീ ആണ്, പക്ഷേ അതെന്തല്ല? ചീപ്പല്ല, വില കുറഞ്ഞതല്ല.
മുടക്കിയതല്ല, വിലയുള്ളതാണ്. ആരാണ് വില മുടക്കിയത്? കർത്താവ് നമുക്ക് വേണ്ടി അതിനെന്ത് മുടക്കി? വില മുടക്കി. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റു. ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എങ്ങനെ ക്രിസ്തുവേശുവിൻ്റെ ആയി തീരാം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ പറയുന്നു, അവിടുത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. എന്നിട്ട് വീണ്ടും തുറന്നു പോകുമ്പോൾ വചനം പറയുകയാണ്. എങ്ങനെ പറയും ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്തു മരിച്ചു, ക്രിസ്തുവിനെ ക്രൂശിച്ചു. എന്തിനാണ് ക്രൂശീകരണം? അന്ന് ക്രൂശീകരണം ശാപമരണമായിരുന്നു. പുരാതനമായ ലോകത്ത് ഏറ്റവും കിരാതപ്പെട്ട അധാർമികർക്ക് കൊടുക്കുന്ന ശാപമൃത്യുവായിരുന്നു ക്രൂശീകരണം എന്ന് പറയുന്നത്. എന്തിനാണ് അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചത്? ഒറ്റ കാര്യമാണ്. ഗലാത്യലേഖനത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവേശു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ശാപമായി തീർന്നു. എന്തിന് ക്രിസ്തു ശാപമൃത്യു വരിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി എല്ലാ ജനിച്ചു വീണ മനുഷ്യന്റെ മുകളിലും ശാപം ഏതെങ്കിലും വഴിയിൽ വരാം. അപ്പൻ വഴി, അമ്മ വഴി, അപ്പൂപ്പൻ വഴി, അമ്മൂമ്മ വഴി, വല്യപ്പൂപ്പൻ വഴി, വല്യമ്മ വഴി ശാപം കയറി വരാം. അതുകൊണ്ട് ആ ശാപത്തിന്റെ പേരിൽ നടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി? ക്രൂശിൽ ശാപമായി. അത് മാത്രമല്ല, കർത്താവ് മരിച്ചു. സാധാരണ ചിലർ ചോദിക്കും, ദൈവം മരിക്കുമോ? ഇല്ല, ദൈവം മരിക്കില്ല. ദൈവത്തിന് എന്തില്ല? മരണമില്ല. പക്ഷെ എന്തിന് ക്രിസ്തു മരിച്ചു? ക്രിസ്തുവിൻ്റെ മൊഴികളിലെ ഒരു മൊഴിയാണ് എലോഹി എലോഹി ലമ്മ ശബക്താനി. എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ട് എന്തത്? ദൈവം മരിച്ചു. ദൈവം സ്വന്തം തോളിൽ തല ചായ്ച്ചു മരിച്ചു. എന്തിനു മരിച്ചു? മനുഷ്യൻ മരണം മൂലം മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്ന മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനും മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം തുറന്നു കൊടുക്കുവാനും. മനുഷ്യന്റെ പ്രശ്നം മരണത്തിനപ്പുറം എന്താണെന്ന് അറിയില്ല. ഒരിക്കൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിനപ്പുറം എന്താണെന്നുള്ളത് ഒരു ശൂന്യതയാണ്. പലരും അവിടെ വരുമ്പോഴാണ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നത്. മരണത്തിന്റെ മുമ്പിൽ അസ്വസ്ഥപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. വാൾട്ടയർ പറയുന്നുണ്ട്, വാൾട്ടയർ ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്ന വാൾട്ടയർ പറയുന്നു, മരണത്തിന് മുമ്പിൽ കിടന്നുകൊണ്ട് അലറുന്നുണ്ട്. ഇരുട്ട് പിശാച്. അതിന് സാക്ഷ്യം വഹിച്ച ഒരു യൂറോപ്യൻ നേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂറോപ്പിലെ മുഴുവൻ സ്വത്ത് തന്നാലും ഒരു നിരീശ്വരവാദിയുടെ മരണം എനിക്ക് കാണാൻ പാടാണ്. കാരണം അത്ര ഭയാനകമായിരുന്നു. എന്നാൽ എത്രയോ സാധുക്കൾ പ്രത്യാശയോടെ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ കാര്യം? മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒത്തിരി ചിത്രങ്ങൾ ഇരിപ്പുണ്ട്. അതിലേറ്റവും മറക്കാത്തൊരു കാര്യമാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറാമ്മച്ചിയുണ്ട്. സാറാമ്മച്ചിയുടെ ദേഹത്തെല്ലാം വെള്ളപ്പാടകളായിരുന്നു. സാറാമ്മച്ചി ഓർമ്മയുള്ളവരൊന്ന് കൈവക്കാമോ? സാറാമ്മച്ചിയെ ഓർമ്മയുള്ളവരുണ്ട് കുറച്ച് പേര്. എല്ലാ വീടുകളിലും പോയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അടുക്കള തേച്ച് കഴുകും, പാത്രം കഴുകും. നല്ലൊരമ്മ. സന്ധ്യ അമ്മ ആറ്റിപ്പോയി കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു പുസ്തകം എടുത്തുകൊണ്ട് ബുക്കിലൊക്കെ ഇന്ന് ഒരു പാട്ട് പാടുന്ന ഒരു സാധു സ്ത്രീ. അമ്മച്ചി കുറച്ചാളായിട്ട് കിടപ്പാണ്. അമ്മച്ചി മരിക്കാറായപ്പം കണ്ണെല്ലാം അടച്ച് മരിച്ച പോലെ കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം ആരോ പറഞ്ഞ അമ്മച്ചിയുടെ മക്കള്, അമ്മച്ചിയുടെ കൂട്ടായ്മക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചുറ്റും നിന്നു. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടൊരു കാഴ്ച ഇന്ന് ഓർമ്മയുണ്ട്. ശാഭ വിജയൻ ഒരു പാട്ട് പാടി, ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ. എൻ്റെ പൊന്നെ, അമ്മച്ചി കണ്ണ് തുറന്നിട്ട് ഒരു ചിരി ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മച്ചി എന്തോ കണ്ടുകൊണ്ട് ചിരിച്ചതാണ്. എന്തായിരിക്കും ചിരിച്ചത്? എന്തായിരിക്കും കണ്ടത്? സ്വർഗം കണ്ടു കാണും. അതുകൊണ്ടാണ് അമ്മ ചിരിച്ചത്. കരഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട്, നിലവിളിച്ചു കൊണ്ട് പോകുന്നവരുണ്ട്, ചിരിച്ചു കൊണ്ട് പോകുന്നവരുണ്ട്. വ്യത്യാസം എവിടെ പോകുന്നു എന്നുള്ള അറിവാണ്. ആ അറിവ് മനുഷ്യകുലത്തിന് കൊടുത്തത് ഒരേ ഒരാളാണ്, ക്രിസ്തുയേശുവാണ്. ക്രിസ്തു മനുഷ്യന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മരണത്തിനപ്പുറമുള്ള ഒരു ലോകം ദൈവം മനുഷ്യന് വേണ്ടി തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് ക്രിസ്തുയേശു മരിച്ചത് കൊണ്ട് നാം മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശ ഉണ്ടാകുകയാണ്. ആദ്യഫലമായിട്ട് ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് പുനരുത്ഥാന പ്രത്യാശ. അവർക്ക് മരണത്തെ അങ്ങനെ പേടിക്കത്തില്ല. മരണത്തെ ഈ അടുത്തിടയ്ക്ക് ഞാൻ പലപ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ റിംഗ് ട്യൂണിലൊക്കെ സമയാമാൻ്റെ അകത്ത് ഇട്ടാ പേടിയാ. മൊത്തം മേനാന്തോട്ടം മോർച്ചറി ഇപ്പം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഇവന്മാർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ആർക്കാണെന്നറിയാമോ? പാട്ടുകാർക്കെതിരെയാ. രാവിലെ ഇങ്ങോട്ട് ഒരുങ്ങി കുളിച്ച് പിറങ്ങാതിരിക്കുമ്പോഴാണ് മോർച്ചറിന്ന് ഒരൊറ്റ സിമ്പലടിയ, ഒരൊറ്റ അടി ഒരു പാട്ട് കൊണ്ട. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. പേടിയല്ലേ ഈ പാട്ട് കേൾക്കുന്നത്? എന്നാൽ സത്യത്തിൽ ഈ പാട്ട് ഒരു സായിപ്പ് പാടിയതാണ്.
സന്തോഷത്തോടെ പാടിയതാണ്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലു രാത്രിയിൽ ഒരിക്കലേ ഒരു തമാശ പറഞ്ഞേക്കാം. ഒരു ശവക്കോട്ടെ പ്രശ്നമുണ്ടായി പരിഹാര ചർച്ച നടക്കുകയാണ്. വലിയ ആൾക്കാരെല്ലാം ഉണ്ട്. പരിഹാര ചർച്ച നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവർ പറഞ്ഞു ശബ്ദ മലിനീകരണം ഇല്ല, അത് പരിഹരിച്ചു. പിന്നെ വേസ്റ്റ് കല്ലറയുടെ പൊട്ടി അതെല്ലാം പരിഹരിച്ചപ്പോൾ ഒടുവിൽ ആ ചുറ്റുപാടുള്ള ഒരാൾ പറഞ്ഞു, ഇവിടെ രാത്രി ശബ്ദമുണ്ട്, ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശബ്ദം എപ്പം കേട്ടാലും, അപ്പം ബഹുമാനപ്പെട്ട തഹസീൽദാർ കലക്ടറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ശബ്ദം എപ്പം കേട്ടാലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ സ്പെഷ്യലിസ്റ്റാണ് ഭൂതത്തെ കെട്ടാൻ. അപ്പോൾ ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞു ഭൂതം മാത്രം നമ്മുടെ അധികാരപരിധി വരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ അധികാരപരിധി വരും. ശവട ഈ മരണമെന്നൊന്നും കേട്ടാൽ പേടിക്കരുത് കേട്ടോ. പേടിക്കോ ചുമ്മാ ഭയപ്പെടുത്തല്ലേ. ഓർക്കുക, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടി ഒരുക്കി തരുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ജഡാവതാരം എടുത്തു. അങ്ങനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഉള്ള മോചനം ക്രിസ്തുവിലൂടെ ലഭിക്കുകയാണ്. ആ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കുന്നു വൃഥ. ഗാത്രത്തിലിരിക്കുന്ന, മലയാളത്തിലെ ഒരു ശ്ലോകമാണ്. സാധാരണ എൻ്റെ വല്യപ്പച്ചൻ പഠിപ്പിച്ച സ്കൂളിൽ പഠിച്ച ഒരു ശ്ലോകമാണ്. ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കുന്നത് വൃഥയാണ്. ഗാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗാത്രം എന്താണ്? ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പം ഇവിടേക്ക് ദൈവത്തിന് ഹൃദയം കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരിക്കലും കൈപ്പണിയായതിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല. പിന്നെ എവിടെ ആഗ്രഹിക്കുന്നത്? തൻ്റെ സ്വന്തം കൈകൊണ്ട് മനഞ്ഞ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് വ്യക്തിപരമാണ്. പലപ്പോഴും ഞങ്ങളെ ഈ മതത്തിൻ്റെ പേരിൽ ഞാനൊരു മതപ്രവാചകനല്ല, മതപ്രഭാഷകനുമല്ല, ഞാൻ സ്നേഹ സന്ദേശകയാവാഹകനാണ്. അതുകൊണ്ട് എല്ലാ മതാതീതമായി മനുഷ്യന് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ കഴിയുമ്പോൾ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ് പാപത്തിൽ നിന്നുള്ള മോചനം, ശിക്ഷയിൽ നിന്നുള്ള മോചനം, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള തുറന്ന പ്രത്യാശ. വീണ്ടും വചനം പറയുന്നു, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, മനുഷ്യന് കൂടെ ദൈവം ഇരിക്കുക. എന്നിട്ട് പറയുന്നു, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പോകുന്നിടത്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ഭുത മന്ത്രി. എല്ലാവരും പറഞ്ഞേ, എന്താണ് അത്ഭുത മന്ത്രി? ഇപ്പം മന്ത്രിസഭ, കേന്ദ്രമന്ത്രി ആണെങ്കിലും സ്റ്റേറ്റ് മന്ത്രിസഭയാണെങ്കിലും വിവിധ വകുപ്പുകളുണ്ട്. ആരോഗ്യ വകുപ്പുണ്ട്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുണ്ട്, ഇല്ലേ? പിന്നെ എന്താണ്, പൊതുമരാമത്തുണ്ട്, പിന്നെ ജലസേചനമുണ്ട്. പക്ഷേ അങ്ങനെ വിവിധ വകുപ്പുകളുണ്ടെങ്കിലും ഇല്ലാത്ത ഒരു വകുപ്പുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്ഭുതം എന്നൊരു വകുപ്പ്? ഇല്ല. പക്ഷേ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് ആരാണ്? അത്ഭുത മന്ത്രിയാണ്. 2, വീരനാം ദൈവമാണ്. 3, ആരാണ്? നിത്യപിതാവാണ്. എല്ലാവരും പറഞ്ഞേ, എന്താണ്? നിത്യപിതാവാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു നിത്യപിതാവായി മാറുന്നത്? ഞാൻ അത് പറയുമ്പോൾ എന്നെ ഒന്ന് തുറന്ന മനസ്സോടെ കേൾക്കണേ. ഈ മനുഷ്യരെല്ലാം തന്നെ സത്യത്തിൽ ഒരു പരിധി വരെ ഒറ്റപ്പെട്ടവരാണ്, അനാഥരാണ്. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുക. ഒരു ഭാര്യയുടെ സങ്കടം ചിലപ്പോൾ ആരും മനസ്സിലാക്കണമെന്നില്ല, ഭർത്താവ് മനസ്സിലാക്കണമെന്നില്ല. ഇനി ഭർത്താവിൻ്റെ സങ്കടം ആരും മനസ്സിലാക്കണമെന്നില്ല, ഭാര്യ മനസ്സിലാക്കണമെന്നില്ല. ഒരു ദിവസം കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി കഴിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ കുഞ്ഞിനെ അടിച്ചു. കുഞ്ഞിനെ വല്ലാതെ അടി കിട്ടിയപ്പം കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അപ്പച്ച അമ്മ എന്നെ അടിച്ചപ്പച്ച, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, എനിക്ക് ആരെയില്ലെന്ന്. കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അപ്പച്ചൻ പറഞ്ഞു, മോനെ എനിക്കും ആരുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി കഞ്ഞി കുടിച്ചപ്പോൾ നിൻ്റെ അമ്മ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. വായി പിടിച്ച പള്ളി മുഴുവൻ പറഞ്ഞു, എനിക്കും ആരുമില്ല. കുഞ്ഞു മുതൽ വലിയൊരു വരെ പറയുന്നു, എനിക്ക് ആരുമില്ല. ഒരു നിമിഷമെങ്കിലും ആരുമില്ലെന്നുള്ള തോന്നലുണ്ടാകാത്ത ആരുമില്ല. കുറേ നാൾക്ക് മുമ്പ്
പൗർവിഷൻ ടി വിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് എളിവനായി ദാസിന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ സഭായോ ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് ഒരാൾ എന്നെ കാണാൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർജിയെ കാണാൻ വേണ്ടി ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, പ്രധാന ഉദ്ദേശം പാസ്റ്ററെ ഒന്ന് കാണണം. എന്തിനാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, കുറച്ചു നേരം ഒന്ന് കരയണം, അത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആര്യയില്ല പാസ്റ്ററെ. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യയില്ലേ? ആ, ഭാര്യയുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ആരെയില്ല. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അപ്പച്ചനും അമ്മച്ചും മരിച്ചുപോയി. ഈ അപ്പച്ചനും അമ്മച്ചും മരിച്ചപ്പോഴാണ് പുള്ളിക്ക് തോന്നുന്നത് എനിക്ക് ആരുമില്ല. അതും ഒരു സത്യമാണ്. ഈ പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിടും, വലിയ പിള്ളേരും വലിയ മിടുക്കരൊക്കെയാണ്. എന്നാൽ എത്ര മക്കളായാലും വലിയവരായാലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുങ്ങൾ എവിടെ ഓടിപ്പോവും? എവിടെ പോവും? എങ്ങോട്ട് പോവും? അമ്മയുടെ അടുത്ത് പോവും. അമ്മയുടെ അടുത്ത് എന്തിനാ പോകുന്നേ? അമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സാധിക്കാനൊന്നും ഇല്ല. പക്ഷെ എവിടെ പോവും? അമ്മയെടുത്ത് പോകും. എന്നിട്ട് അമ്മ എന്താ പറയും? സാരമില്ല, നീ അവിടെ തന്നെ പോകാം, അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ പിന്നെ ഈ അമ്മയുടെ അടുത്ത് മറ്റോ മിടുക്കനുമായിരിക്കും. ആരാ? മരുമോൻ. അമ്മച്ചി നല്ല അമ്മായിമാരാണെങ്കിൽ മരുമക്കൾക്ക് ഇഷ്ടവുമായിരിക്കും. അവരെ മോനെ എന്നൊക്കെ ഇവരങ്ങ് വിളിച്ച് ഫ്ലാറ്റാക്കും. അപ്പം നല്ല അമ്മായിമാരാണെങ്കിൽ മരുമോനെ മോനെ എന്നൊക്കെ വിളിച്ച് ഇച്ചിരി കറിയൊക്കെ സ്പെഷ്യലായിട്ട് കൊടുത്ത് അവനെ എന്താക്കും? ഫ്ലാറ്റാക്കുക. എൻ്റെ അമ്മായിമ്മ നല്ല സ്ത്രീയാണ് കേട്ടോ. എനിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഫ്ലാറ്റ് ആക്കിക്കളയും. ആക്കത്തില്ലേ? ആക്കിക്കളയും. അപ്പം എന്നാലും നമുക്കൊരു സങ്കടം വരുമ്പോൾ എവിടെ പോകുന്നത്? അമ്മയുടെ അടുത്താണ് പോകുന്നത്. ഇനി നമ്മൾ നല്ല മിടുക്കരായിട്ട് എല്ലാം ജയിച്ചൊക്കെ കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷനൊക്കെ ജയിച്ചവരുണ്ട്, ജയിച്ചന്ന് അവർ നേരെ കിടന്ന് കാണും. എന്നാൽ തോറ്റവരൊക്കെ അന്ന് എങ്ങനെ ആയിരിക്കും കിടന്നത്? ഇങ്ങനെ ചുരുണ്ട് കിടക്കും. ആ ചുരുണ്ട് കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഫോട്ടോ ഇവിടെ നോക്കണം. ഒരുപോലെ ഇരിക്കും. നമുക്ക് സങ്കടം വരുമ്പം നമ്മൾ അറിയാതെ ആരുടെ വയറ്റിൽ കയറും? അമ്മയുടെ വയറ്റിൽ കയറും. അപ്പം അന്ന് ഈ മനുഷ്യൻ 10-60 വയസ്സുണ്ട്, കരഞ്ഞ അന്ന് രാത്രിയിൽ എപ്പോഴും എന്തോ ഒന്ന് വായിച്ചപ്പോൾ എനിക്കൊരു വാക്കുടക്കി, അഡൽട്ട് ഓർഫൻ. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? അനാഥര. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? അനാഥരാണ്. ഈ വിദേശ മലയാളികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഒറ്റ കാര്യത്തിനാ. ആരെ കാണാനാ? അപ്പനും അമ്മയും മരിച്ചു പോയ അവർ പറയും, ഇനി എന്തിനാണ് പോകുന്നത്? ആരെ കാണാനാ? സത്യമല്ലേ? ഈ ഒരു തലമുറയുടെ വരും, ഇനി അവരാരെ കാണാൻ വരും? അപ്പം എല്ലാവർക്കും അപ്പനും അമ്മയും വേണം. പക്ഷെ അവർ മരിച്ചു പോയാൽ പിന്നെ ആരാ ഉള്ളത്? ആരുമില്ല. ഉണ്ടോ? ഒരിക്കലെങ്കിലും അനാഥരം തോന്നാത്ത ആരാ ഉള്ളത്? അങ്ങനെ ഇരിക്കെ ജീവിത പങ്കാളി മരിച്ചു പോയാലും നമുക്ക് തോന്നും ആരും ഇല്ല. എല്ലാവരും പ്രാർത്ഥിച്ചോണം. ആണുങ്ങളുടെ അറിവിലേക്ക് നമ്മൾ ആദ്യമേ മരിക്കാവും. പ്രാർത്ഥിച്ചോണേ. ഇവരുമാര് പിന്നെ കുറച്ച് ഫോൺ വിളിച്ചും എന്താ അടി വെച്ചത്, കറി വെച്ചോടി കിഴിച്ചോ എന്നൊക്കെ ചോദിച്ചങ്ങ് ജീവിച്ചു പോകും. കുറേ പിള്ളേരെയൊക്കെ ഫോൺ വിളിച്ച് അരമണിക്കൂർ വർത്താനം പറയും. നമ്മൾ എന്തോ വിളിച്ച് ചോദിക്കും, കറി വെച്ചോ എന്നോ? നമ്മുടെ ആണുങ്ങളുടെ ഒരു പ്രശ്നമില്ലേ? എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. ഞാൻ ഓളോടൊക്കെ ചോദിക്കുക, എന്തുകൊണ്ട്? ഒന്നുമില്ല. സുഖമാണോ? ആണോ? ആ. പഠിച്ചോ? ആ. കഴിച്ചോ? ആ. പക്ഷെ അമ്മയോട് മണിക്കൂർ വർത്താനം പറയുന്നത് എന്തോ. സത്യത്തിൽ പിള്ളേർക്കൊക്കെ വർത്താനം പറയണേ ആര് വേണം? അമ്മ വേണം. സത്യമല്ലേ? അതുകൊണ്ട് നമ്മളെ ആദ്യം ചാകാവും. ഇവളുമാരില്ലാതെ ജീവിച്ചാൽ വലിയ പാടാ. അതുകൊണ്ടാണ് 1 കെട്ടി 2 കെട്ടി 3 കെട്ടുന്നത്. കാരണം വലിയ പാടാ ആരില്ല ജീവിക്കാൻ. കാരണം പെണ്ണില്ലാതെ ആണിന് ജീവിക്കാൻ ഏത് പ്രായത്തിലും എന്താണ് പാടാണ്. കാരണം അവരുടെ എല്ലാ ആവശ്യത്തിനും ആര് വേണം? ഈ ആണുങ്ങളൊക്കെ ഓർത്തോണം. ഇടയ്ക്കിടയ്ക്ക് അവളുമാരോട് പറയണം, എടി നീ ഞാനേ ആദ്യം പോകാവടി എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അവൾ ജീവിച്ചിരിക്കും. നീ പോയാൽ ഞാൻ കെട്ടു എന്നൊന്നും പറയരുത് കേട്ടോ. കെട്ടുകാർക്കൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ആരും കെട്ടിയവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് പാവമായിരുന്നു. ആരാ? ആദ്യത്തേത്. ഇനി ആരോട് പറയാനാ? ആരോട് പറയാന്? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയാ, നീ നല്ലവളായിരുന്നു പറഞ്ഞാൽ അവൾ ഇപ്പോഴെങ്കിലും ചാകാതെ എന്ത് ചെയ്യും? ഇരിക്കും. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, പങ്കാളി മരിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തില്ല, ആരുമില്ലെന്നൊക്കെ ഒരു ചിന്ത വരും. ആരുമില്ലെന്ന് തോന്നുന്ന മനുഷ്യന് ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരിടമുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ ഇടം. ആ ക്രിസ്തുവിൻ്റെ ഇടത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും ആരായിട്ട് വിടത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല. ഞാനൊരു കാര്യം വളരെ ഹൃദയം നിറഞ്ഞ് പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവം നിത്യ പിതാവ്. എല്ലാവരും പറഞ്ഞ് ക്രിസ്തു ആരാണ്? നിത്യ പിതാവാണ്. ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. നിങ്ങളെന്നെ ശ്രദ്ധിക്കണേ. നിത്യ പിതാവ്. അപ്പോൾ എന്നാൽ ഇന്നിവിടെ പാടുന്നത് ഇതൊന്നും അല്ല. പിതാവില്ലാത്ത
പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ. എൻ്റെ അത്ഭുതം നടക്കണോ, ആ ഫ്ലൂട്ട് വായിക്കുന്ന പയ്യൻ അതൊന്ന് വായിച്ചു. ഞാൻ ഇറങ്ങി വന്നപ്പം ചന്ദനക്കുറിയുള്ളൊരു പയ്യൻ, നിസ്കാര തഴമ്പുള്ളൊരു കൊച്ചൻ, ഇവരൊക്കെ എന്നെ കണ്ട് കൈ തന്നിട്ട് പറഞ്ഞു, ഉള്ളിൽ എന്തോ തട്ടി, ദൈവം പിതാവായിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം. അതെ, ഒരു കാര്യം ഓർത്തോണേ, ഈ ദൈവം നമ്മുടെ ആരാണ്? പിതാവ്. 1000 പേര് തമ്പുരാൻ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ പാടും, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദരവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ പിതാവാണ്, ഈ ദൈവം എൻ്റെ പിതാവാണ്. ഞങ്ങൾ ഇന്ന് രാത്രി സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഏക ബുദ്ധിമുട്ട് ഇച്ചിരി സൗണ്ട് പാട്ട് പാടുമ്പോഴൊക്കെ കൂടുമെന്നേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുമ്പോൾ സൗണ്ട് കൂടത്തില്ല. ഇത് ബുദ്ധിമുട്ടുള്ള സൗണ്ട് ആണോ? 1000 നാമോടെ ഞാൻ പറയും, ഈ ദൈവം പിതാവാണെന്ന് പറയും. ഈ ദൈവം പിതാവാ. ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ ഒരു പിതാവ് കരമെല്ലാം ഉയർത്തി പറഞ്ഞേ, പിതാവില്ലാത്തവർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാ